ഹലോ കൂട്ടുകാരെ, പരിയിലടുക്കിയിലെ ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം നോക്കാം. സ്വപ്ന ഹി മേനെ സാലോം പഹലെ കൈദി ശിവിർ മേം ദേഖാത്ത. ഞാൻ മുൻപ് കൈദി ശിവിറിൽ കണ്ട സ്വപ്നം തന്നെയായിരുന്നു. ചിന്ത മത് കരോ ഹർമൻ, ചിന്തിക്കാതിരിക്കൂ ഹർമൻ. മാംകി കോമൾ ആവാസിനെ മുझे ശാന്ത് കിയ, അമ്മയുടെ കോമളമായ ശബ്ദം എന്നെ ശാന്തനാക്കിയെന്ന്. ഏക് പരി തുമേ ബച്ചായെങ്കിൽ, ഒരു പരി മാലാക പെൺകുട്ടി നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്. ദോ ദിൻ ബാദ് ഏക് ദോസ്തിനെ മുझे ഏക് ദാവത്ത് പർ ആമന്ത്രിത് കിയ, 2 ദിവസത്തിന് ശേഷം ഒരു കൂട്ടുകാരൻ എന്നെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. വഹ ഏക് ലടുക്കി ആയെങ്കിൽ, അവിടെ ഒരു ലടുക്കിയും വന്നു. തുമേ ഹി ലടുക്കി പസന്ത് ആയെങ്കിൽ, നിങ്ങൾക്ക് ആ ലടുക്കിയെ ഇഷ്ടമായിന്. ഉസ്നെ ഡിന്നർ കെ ലിയെ ജാനെ സമയ കാർ സെ കഹ, കാർ മേ കഹ, ഡിന്നറിന് പോകുന്നതിന് വേണ്ടി കാറിൽ പോയി. മുझे വഹ് പസന്ത് ആയി, എനിക്ക് അവളെ ഇഷ്ടമായിന്ന്. ഏക് നേഴ്സ് ദയാലു ഹോഷിയാർ, അവളൊരു നേഴ്സും ദയാലുവും ഹോഷിയാറുമായിരുന്നു. ഹരി ആങ്കെ ജീവൻ മേ ഭരി ഹുയി തി, പച്ച കണ്ണുകൾ നിറഞ്ഞതായിരുന്നു. അടുത്ത പാരഗ്രാഫ്. ഉന്മേ കുച്ച് ഐസാ താ കി ജോ മുझे ജാന പഹചാന ലഗ, അവരിൽ ഉന്മേ കുച്ച് ഐസാ താ കി, എനിക്ക് അപ്രകാരമായിരുന്നു, എനിക്ക് അവളെ അറിയാനായിട്ട് തിടുക്കമായിരുന്നു. അപ്പനെ കഹ കി ഉസ്കാ നാം റോമ ഹെ, അവൾ പറഞ്ഞു. ഉസ്നെ കഹ കി, അവൾ പറഞ്ഞു അവളുടെ പേര് റോമ എന്നാണ്. ഉസ്നെ അതീത് ഔർ യുദ്ധ കെ ദൗരാന അപ്പന ജീവൻ കെ ബാരെ മേം ഭി ബതായ, അവൾ അവളുടെ കഴിഞ്ഞുപോയ യുദ്ധത്തിൻ്റെ പറ്റിയും ജീവിതത്തെ പറ്റിയും പറഞ്ഞു. ദോ ഏക് ഗേത്ത് പർ കാം കർത്തി തി, അവൾ വയലിൽ ജോലി ചെയ്തിരുന്നു. അപ്പനെ പരിവാർക്ക് പഹചാൻ ചിപ്പാനെ കെ ലിയെ വോ ജർമ്മനി കെ ഏക് ചോട്ടെ സെ ഗാവ് മേം കാം കർത്തി തി, അവൾ തൻ്റെ കുടുംബത്തിനോട് തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി അവർ ജർമ്മനിയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ജോലി ചെയ്തിരുന്നു. മേം ഉസ് ഗാവ് കോ ജാൻതാ താ, ഞാൻ ആ ഗാവും അറിയാമായിരുന്നു. മേം ജഹാം ഏക് ശിവിർ മേ കൈദി തി, ഞാൻ അവിടെ ഒരു തടവറയിൽ കൈദിയായിരുന്നു. മേനെ റോമ സെ കഹ, ഞാൻ റോമയോട് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്. मैं उस कैद कैंप में एक लड़के के लिए रोज़ाना सेब लेकर जाती थी. ഞാൻ ആ ക്യാമ്പിലെ ഒരു ലടുക്കയ്ക്ക് എല്ലാ ദിവസവും ആപ്പിൾ കൊടുക്കുമായിരുന്നു. റോമാനെ മുझे बताया कि वैसा वह दिन महीने भर महीने बाट के पास आती थी. റോമാനെ മുझे ബതായ, റോമ പറഞ്ഞു അപ്രകാരം ദിവസവും മാസങ്ങളോളം ആ വേലിയരിയത്ത് നിന്ന് കൊടുക്കുമായിരുന്നു. അടുത്ത പാരഗ്രാഫ്. മേനെ ക്യാമ്പ് മേം ഉസ് ലംബെ ദുബലെ പത്തലെ ലടുക്കെ കെ ബാരെ മേ സോച്ച, ഞാൻ ആ ക്യാമ്പിലെ ആ പൊക്കമുള്ളതും മെലിഞ്ഞതും ആയ ആൺകുട്ടിയെ പറ്റി ചിന്തിച്ചു. ജോ മേം ഖുദ് കഭി ഞാൻ സ്വയം ഒരിക്കൽ, മേം അപ്പനി മാം കെ ബാരെ മേം ഭി, ഞാൻ സ്വയം ചിന്തിച്ചു, പിന്നെ എൻ്റെ അമ്മയെ പറ്റിയും ചിന്തിച്ചു. ജിസ്നെ യാദ് കിയാ താ കി ഏക് പരി ആകർ മുझे ബച്ചായ, അമ്മ പറഞ്ഞത് ഓർത്തുനിന്ന് ഒരു ലടുക്കി വന്ന് രക്ഷിക്കുന്നു, മാലാക പെൺകുട്ടി വന്ന് രക്ഷിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. ക്യാ ജോ ബഹുത് പഹലെ കി മേരി പരി ലടുക്കി ഹി സക്തി ഹെ, എന്താ ആ വളരെ മുൻപുണ്ടായ എൻ്റെ പരി ലടുക്കി തന്നെയാണെന്ന്. ഡിന്നർ കെ ബാദ് റോമ ഔർ മേ രേത്ത് പർ ചലെ, ഡിന്നറിന് ശേഷം റോമയും ഞാനും ആ വയലിലേക്ക് മണലിലൂടെ നടന്നു. രേത്ത് മണലും സമുദ്രക്കെ ജാഗും സമുദ്രത്തിൻ്റെ തീരവും
ഡൂബത്ത സൂരജ്, അസ്തമിക്കാറായ സൂര്യനും. മുझे जानना था कि क्या वह वही था, എനിക്കറിയാമായിരുന്നു, അനിശ്ചിതവുമായിരുന്നു, ഭയഭീതവുമായിരുന്നു, ആശ്വാസവുമായിരുന്നു, സ്ഥായിയുമായിരുന്നു. അടുത്ത പാരഗ്രാഫ്. റോമ ജിസ് ലड़के के लिए तुम सेब ले गई की. റോമ, ഏത് ലड़कയ്ക്ക് വേണ്ടിയാണോ നീ സേബ് കൊടുത്തിരുന്നതെന്ന്, ആപ്പിള് കൊടുത്തിരുന്നത്? ക്യാ ഉസ് ലड़के ആഖിരി ശബ്ദ ഹെ मैं തും മേരി പരി ലड़की है. ലड़ക്കയുടെ അവസാനത്തെ ശബ്ദമാണ് നീ എൻ്റെ മാലാഖ പെൺകുട്ടിയാണെന്ന്. റോമ മുസ്കരായി, റോമ പുഞ്ചിരിച്ചു. ജയ്സെ ഹി മേനെ ഉസ്കി ആങ്കോ മേ ദേഖ, അപ്പോൾ ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മുझे एक आंसू दिखाई, എനിക്ക് ഒരു കണ്ണുനീർ കണ്ടു. തും മേരി പരി ലड़की ഹോ, നീ എൻ്റെ പരി ലड़ക്കിയാണ്. मैंने रोमा से धीरे से कहा, ഞാൻ റോമയോട് പതുക്കെ പറഞ്ഞു. അവർ मैं तुम्हारा लड़का हूं, ഞാൻ നിങ്ങളുടെ ആൺകുട്ടിയുമാണെന്ന്. ഹായ് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും